ക്യാമ്പസിലെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ പഴയ സഹപാഠിയും IAS-കാരനുമായ KR വിശ്വംഭരന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ മഹാരാജാസിൽ MSc പഠിക്കുമ്പോൾ മമ്മൂട്ടി BA ഫൈനൽ ഇയർ ആയിരുന്നു. പിന്നീട് ലോ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായി. ഡേ സ്കോളർ ആയിരുന്നുവെങ്കിലും മമ്മൂട്ടി മിക്കവാറും ഹോസ്റ്റലിലെ നിത്യസന്ദർശകനായിരുന്നു. കോളേജിൽ എന്തു കലാപരിപാടി ഉണ്ടെങ്കിലും മമ്മൂട്ടി മുൻപിലുണ്ടാകും. എനിക്ക് ഗാന മത്സരത്തിൽ സമ്മാനം കിട്ടിയ പരിപാടിയുടെ അനൗൺസർ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത്. സിനിമ മമ്മൂട്ടിക്ക് ചെറുപ്പകാലം മുതലേ ഭയങ്കര ഭ്രാന്തായിരുന്നു. എല്ലാ സിനിമയും എവിടെ ചെന്നെങ്കിലും കാണും. നാട്ടിൻപുറങ്ങളിലെ ചെറിയ സിനിമ കൊട്ടകകൾ വരെ ഞങ്ങൾ സിനിമ കാണാനായി സന്ദർശിച്ചിട്ടുണ്ട്. ആധുനിക സിനിമ കാണാനുള്ള അവസരങ്ങൾ അന്ന് കുറവായിരുന്നു. ജനശക്തി ഫിലിം സൊസൈറ്റിയും കൊച്ചിൻ ഫിലിം സൊസൈറ്റിയും ഒരുക്കുന്ന അവസരങ്ങളിൽ സത്യജിത് റായുടെയും മൃണാൾ സെന്നിന്റെയും ഋത്തിക് ഘട്ടക്കിന്റെയും സിനിമകൾ കാണാൻ മമ്മൂട്ടിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഞങ്ങൾ കോളേജ് വിട്ട ശേഷവും സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു. ജനശക്തി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിനിമയെപ്പറ്റി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സിംപോസിയം സംഘടിപ്പിക്കേണ്ട ചുമതല ഞങ്ങൾക്ക് വന്നു. മമ്മൂട്ടിയാണ് MTയെ പോയി ക്ഷണിച്ചത്. സിംപോസിയത്തിൽ പങ്കെടുത്ത് മമ്മൂട്ടി സിനിമയെ പറ്റി നടത്തിയ ആധികാരികമായ നിരീക്ഷണങ്ങൾ MTക്ക് ഇഷ്ടപ്പെട്ടു. ആ പരിചയപ്പെടലാണ് പിന്നീട് മമ്മൂട്ടിക്ക് സിനിമയിലേക്കുള്ള വാതിലുകൾ തുറന്നു കൊടുത്തത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ ചാൻസ് കിട്ടി. ലോ കോളേജിൽ നാടകം കളിക്കാൻ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റേജ് നിർമ്മിച്ചു. അന്ന് അഭിനയിച്ച ഒരു നാടകത്തിൽ മമ്മൂട്ടിക്ക് പോലീസ് വേഷമായിരുന്നു. അന്നേ പോലീസ് വേഷങ്ങളിൽ മമ്മൂട്ടി കസറിയിരുന്നു. ക്യാമ്പസിൽ മമ്മൂട്ടിയുടെ വസ്ത്രരീതി വളരെ വ്യത്യസ്തമായിരുന്നു. ആരും ഇടാത്ത ഫാഷനായിരുന്നു മമ്മൂട്ടിയുടെ രീതി. സിനിമയിൽ ചെറിയ വേഷങ്ങൾ കിട്ടിയാൽ സ്വീകരിക്കേണ്ട എന്ന് ഞങ്ങൾ അന്നേ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം നന്നായെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അടുത്തടുത്ത ദിവസങ്ങളിലാണ് കഴിഞ്ഞത്. ഞങ്ങൾ 4 പേരും, അതായത് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ചേർന്ന് രജനീകാന്തും കമലഹാസനും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കാണാൻ ആവേശത്തോടെ പോയത് ഇന്നും ഓർക്കുന്നു. കേരള ശ്രേയസ് എന്ന പേരിൽ ഞങ്ങൾ ഒരു മാസിക നടത്തിയിരുന്നു. കാനായി കുഞ്ഞിരാമൻ കവർ രചിച്ചിരുന്ന ആ മാസികയിലെ സ്ഥിരം എഴുത്തുകാർ TRഉം ലീലാവതി ടീച്ചറും ഒക്കെയായിരുന്നു. ആ മാസികയ്ക്ക് വേണ്ടി പ്രേം നസീറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഞാനും മമ്മൂട്ടിയും ഒരുമിച്ചാണ് പോയത്. PA ബക്കറിനെയും ഞങ്ങൾ നേരിൽ പോയി കണ്ടിട്ടുണ്ട്. മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയ കാലത്ത് മമ്മൂട്ടി MTയുമായി കൂടുതൽ അടുത്തു. വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നതുകൊണ്ട് MTയുടെ ശ്രദ്ധ വളരെ വേഗം നേടിയെടുത്തു. ശ്രീനിവാസനുമായും പെട്ടെന്ന് അടുത്തു. KG ജോർജിന്റെ മേളയിലേക്ക് അവസരം തുറന്നു കിട്ടുന്നത് അങ്ങനെയാണ്. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ എഡിറ്റ് ചെയ്തിരുന്ന കട്ട് കട്ട് എന്ന മാസികയിൽ മേളയുടെ സ്റ്റിൽ അച്ചടിച്ചു വന്നതോടെ മമ്മൂട്ടി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി.